അപ്പം ഇന്നലെ വരെ പറഞ്ഞു നിർത്തിയത് ഇവൻ്റെ MRI ചെയ്തു എന്നുള്ള കാര്യം. പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ മധുരൈ മീനാക്ഷി മിഷനിലാണ് ഇവൻ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചത്. അവിടെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ എല്ലാം ഒരു ബിസിനസ് എന്ന രീതിയിലാണ് അവിടെ അവരുടെ സംസാരം. അപ്പം ഞങ്ങൾക്ക് അതിനൊരു താല്പര്യം ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു കേരളത്തിൽ വന്നിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ഇവന് ഒരു 22-23 ദിവസമുള്ളപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കാർ വിളിച്ച് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടുത്തെ സിസ്റ്റർമാർ ആശാ വർക്കർമാരൊക്കെ കൂടി ഞങ്ങളെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ ഇതേപോലെ തന്നെ ഞരമ്പിൻ്റെ ഡോക്ടറെ കാണിച്ചു. പക്ഷേ അവിടെയും നമുക്കൊരു ഇത് തോന്നിയില്ല, ഒരു സംതൃപ്തി തോന്നിയില്ല. ഡോക്ടർമാരൊന്നും നോക്കുക പോലും ചെയ്തില്ല. അവന് വെയിറ്റ് ആവട്ടെ അപ്പം ചെയ്യാം എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞുള്ളൂ. പക്ഷെ അവിടെ ഒരു പീഡിയാട്രീഷ്യനെ ഞങ്ങൾ കണ്ടായിരുന്നു. ഒരു ലേഡി ഡോക്ടറായിരുന്നു. അത് നല്ല ഡോക്ടറായിരുന്നു. ആ ഡോക്ടറും പറഞ്ഞു ഇതേ അമ്മയുടെ മോനെക്കുറിച്ച് പറയണേ. എന്നിട്ട് ആ ഡോക്ടറും പറഞ്ഞു മോളെ ഇവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇവൻ നടക്കും, ഇവന് വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ വഴിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ കുറേ ഹോസ്പിറ്റലുകളൊക്കെ അന്വേഷിച്ച് അവസാനം ഞങ്ങൾ ചെന്നെത്തിയത് അമൃതയിലാണ്. അമൃതയിൽ ചെന്നെത്തി. അമൃതയിൽ ഞങ്ങൾ ന്യൂറോ സർജൻ, പീഡിയാട്രിക് ന്യൂറോ സർജനാണ് കണ്ടത്. സുഹാസ് എന്നാണ് ആ സാറിൻ്റെ പേര്. സുഹാസ് ഉദയകുമരൻ അങ്ങനെയാണ് ആളുടെ പേര്. ആളോട് സംസാരിച്ചപ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു നല്ലൊരു പോസിറ്റീവായിട്ടാണ് ആൾ സംസാരിച്ചത്. ഇതേപോലെ കുറേ പിള്ളേർക്ക് വരുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് പരമാവധി നോക്കാം എന്ന് പറഞ്ഞ് നമ്മളെത്രത്തോളം നമുക്കൊരു ആത്മവിശ്വാസം തരാൻ പറ്റുമോ അത്രയധികം ആത്മവിശ്വാസം തന്നു. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, കടം മേടിച്ചിട്ടായാലും വേണ്ടിയില്ല, കൊച്ചിനെ അവിടെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ പിന്നെ വന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്യാഷിൻ്റെ പ്രശ്നമാണ്. എൻ്റെ വീട്ടിൽ വലിയ സാമ്പത്തികമൊന്നുമില്ല, പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും സാമ്പത്തികം അങ്ങനെ ഒന്നും പറയാനില്ല. അപ്പം ഞങ്ങൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. പിന്നെ പിന്നത്തെ ഓട്ടം ക്യാഷ് ഉണ്ടാക്കാനുള്ള ഓട്ടമായിരുന്നു. അതെങ്ങനെ ഇത്ര അധികം പൈസ 1.5 ലക്ഷം രൂപ വരെ അടുത്ത് ആദ്യം അടയ്ക്കാൻ പറഞ്ഞു. അപ്പം അതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ടെൻഷനായിരുന്നു അടുത്തത്. പിന്നെ അവിടെ ഓപ്പറേഷൻ ഞങ്ങൾ തമിഴ്നാട്ടിൽ വെച്ച് MRI ചെയ്താൽ കൂടി ഇതേപോലെ തന്നെ അമൃതക്കാർ വീണ്ടും MRI ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴും ഇതേപോലെ തന്നെ സിറപ്പ് കൊടുത്തിട്ട് ഇവൻ മയങ്ങണില്ല. പിന്നെ അതിന് വേണ്ടിയിട്ട് ഓപ്പറേഷന് മുമ്പ് ഇവന് ഇതേപോലെ അനസ്തീഷ്യ ചെയ്തു, 2 ദിവസം കിടന്നു, അങ്ങനെ MRI ചെയ്തു. അതിനുശേഷം പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ള കാര്യം ഡോക്ടർമാർ തീരുമാനിച്ചു. വീണ്ടും അമൃതയിൽ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അങ്ങനെ MRI ചെയ്തു. പിന്നെ ഓപ്പറേഷനുള്ള ഡേറ്റൊക്കെ അവർ തന്നു. അപ്പോഴും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പൈസയുടെ പ്രശ്നം തന്നെ. അത് ഓപ്പറേഷൻ ചെയ്യുന്നതിനേക്കാളും മുമ്പ് വീണ്ടും ദൈവം ഞങ്ങളൊന്ന് പരീക്ഷിച്ചു. ഇവന് ആ സമയത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ 1 മാസം മുമ്പ് ഇവന് ന്യൂമോണിയ വന്നു. ഭയങ്കര അങ്ങേയറ്റായി, ഞരമ്പുകളൊന്നും കിട്ടണില്ല. കുത്തിയിട്ട് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ 2 ദിവസം മാറി കുത്തിയിട്ടും കൊച്ചിന് ഞരമ്പ് കിട്ടണില്ല. വെയിൻ കിട്ടിയാലല്ലേ നമുക്ക് മരുന്ന് ചെയ്യാൻ പറ്റുള്ളൂ. കൊച്ചാണെങ്കിൽ ഛർദിയും വയറിളകിയും പോകുന്നുണ്ട്. ആകെ തവിട് പൊടിയായി. കൊച്ച് ആകെ ക്ഷീണിച്ച് ഭയങ്കര ഇതായി. എന്നിട്ട് അവർ പറഞ്ഞു ഇവിടെ പറ്റില്ല, നിങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും അമൃതയിലേക്ക് കൊണ്ടുപോയി. അവരും ഇതുപോലെ രാവിലെ തൊട്ട് രാത്രി വരെ വെയിൻ കിട്ടാത്തത് കൊണ്ട് വീണ്ടും കുറേ അവർ ട്രൈ ചെയ്തു. അങ്ങനെ ഞരമ്പ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴും ഭയങ്കര കരച്ചിലും വിളിച്ചില്ല. അപ്പോഴും പറഞ്ഞു കൊച്ചു കൈവിട്ട് പോയി, ഇനി കിട്ടില്ല എന്നുള്ള ലെവലായി. അമൃതയിലുള്ള ഡോക്ടേഴ്സും പറഞ്ഞു ഇനി നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു സാറേ ഏറ്റവും വലിയ ആശുപത്രിയിൽ ഞങ്ങൾ കൊണ്ടുവന്നേക്കണേ, ഇനി ഞങ്ങൾ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോകാനാ, നിങ്ങൾ തന്നെ ഞങ്ങളുടെ കൊച്ചിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കരഞ്ഞിരുന്ന് ഉറങ്ങി. രാത്രി 2 മണിക്കോ 3 മണിക്കോ ഡോക്ടർമാർ ഇവനെ ICUവിൽ കൊണ്ടുപോയി.
പിന്നെ എങ്ങനെയോ കയ്യിലൊരു ഞരമ്പ് കിട്ടി. അതൊരു 4-5 ദിവസം ആ ഞരമ്പ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും ഇവൻ തരണം ചെയ്ത് രക്ഷപ്പെട്ടു പോന്നു. അതിൻ്റെ ഇടയിൽ ഇവന് ഞരമ്പ് കിട്ടാത്തതുകൊണ്ട് ഇവരെ കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവന് വെയിനിൽ മരുന്ന് ചെയ്തു. പക്ഷേ ഇവൻ ചെറിയ കുട്ടികളല്ല, അവർ തല അനക്കാണ്ടിരിക്കില്ലല്ലോ. അങ്ങനെ അനക്കി അവന് ഈ ഭാഗം മൊത്തം, വലത്തെ ഭാഗം മൊത്തം ബൾജായി, ഭയങ്കര നീര് വന്ന് ഇത്രയും വീർത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഇവൻ പോന്നു. ശരിക്കും പറഞ്ഞാൽ ഇവനെ പോലുള്ള കുറേ കുട്ടികളുണ്ട് ഇങ്ങനെ അസുഖം ഉള്ള കുട്ടികൾ. അവരൊക്കെ സൂപ്പർ ഹീറോസ് തന്നെയാണ്. കാരണം അവർ എന്തോരം വേദനകളും വിഷമങ്ങളും ഒക്കെ സഹിച്ചിട്ടാണ് അവർ അതൊക്കെ തരണം ചെയ്ത് പോരുന്നത്. നമുക്ക് വലിയ ആൾക്കാർക്കാണെങ്കിൽ ഇത്തിരി വരുമ്പോഴേക്കും നമ്മൾ കരച്ചിൽ പിഴിച്ചിൽ, പക്ഷേ ഈ മക്കൾ അതൊക്കെ തരണം ചെയ്ത് എന്തോരം പോരുന്നു. അങ്ങനെ ഓപ്പറേഷനുള്ള ഡേറ്റൊക്കെ കിട്ടി. പിന്നീട് ഓപ്പറേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ പൈസ ഞങ്ങൾ റെഡിയാക്കിയത് ഞങ്ങൾ ഇസാഫിൽ നിന്ന് ഞങ്ങൾ 1 ലക്ഷം രൂപ എടുത്തു. പിന്നെ അങ്ങനെ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. പിന്നെ അവിടെ നിന്നൊക്കെ കുറേ കടം തലയൊക്കെ മേടിച്ചു. പിന്നെ കുറച്ച് പേര് ഞങ്ങളെ മൊബൈൽ ഫോണിലൊക്കെ ഇട്ടിട്ട് അവരും കുറച്ച് പേര് സഹായിച്ചു. അങ്ങനെ ഇവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പം ഇനി ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ ബൈ പറഞ്ഞേ. ബൈ പറയും.